നമസ്കാരം. ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ ശ്രീരാമൻ അവതരിച്ച സരയൂ നദിക്കരയിലുള്ള അയോധ്യയ്ക്ക് തുല്യമായ ശ്രീരാമപാദം പതിഞ്ഞ പഞ്ചരാമ ക്ഷേത്രങ്ങളെ ഒരേ നാളിൽ ദർശിച്ചാൽ രാമായണ കാവ്യം നടന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി വന്ന പുണ്യവും വേണ്ട വരങ്ങളും ലഭിക്കുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ കോദണ്ഡരാമർ തിരുക്കോവിൽ മുടികൊണ്ടാൻ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ തിരുവാരൂർ മയിലാടുതുറൈ പാതയിൽ നന്നിലത്തിനടുത്ത് പുരാണങ്ങളിൽ മകുടവർദ്ധനപുരം എന്നറിയപ്പെട്ടിരുന്ന മുടികൊണ്ടാൻ എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു കോദണ്ഡരാമർ എന്ന നാമത്തിലും ദേവി മഹാലക്ഷ്മി സീതാദേവിയായും അനുഗ്രഹം ചൊരിയുന്നു. മൂലസ്ഥാനത്തിൽ ആഞ്ജനേയരില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിന്റെ കുലദൈവമായ ശ്രീ രംഗനാഥസ്വാമിയും ചേർന്ന് അരുൾപാലിക്കുന്ന ക്ഷേത്രവും കൂടിയാണിത്. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 7ാമത്തെ അവതാരമായ ശ്രീരാമന്റെ പ്രശസ്തികളെ എടുത്തുകാണിക്കുന്ന വിധത്തിലുള്ള 5 ക്ഷേത്രങ്ങളാണ് പഞ്ചരാമ ക്ഷേത്രങ്ങൾ. പഞ്ചകൃഷ്ണ ക്ഷേത്രങ്ങളെ പോലെ പ്രശസ്തിയുള്ളവയാണ് തിരുവാരൂരിലുള്ള ഈ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങൾ ഒരേ ദിവസം സന്ദർശിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഏതൊരു വിഷ്ണു ഭക്തനും ആയുസിൽ ഒരു തവണയെങ്കിലും നിറവേറ്റേണ്ട കടമയാണ്. പഞ്ചരാമ ക്ഷേത്രങ്ങൾ ഇവയാണ്: മുടികൊണ്ടാൻ കോദണ്ഡരാമർ കോവിൽ, അതമ്പാർ കോദണ്ഡരാമർ കോവിൽ, പരുത്തിയൂർ രാമർ കോവിൽ, തില്ലേവിളാകം വീരകോദണ്ഡരാമർ കോവിൽ, വടുവൂർ കോദണ്ഡരാമർ കോവിൽ. ഭരദ്വാജ മുനിക്ക് ശ്രീരാമചന്ദ്രൻ പട്ടാഭിഷേകരാമനായി കിരീടധാരിയായി ദർശനം കൊടുത്ത ഐതിഹ്യത്തിനാൽ ഈ പ്രദേശം മുടികൊണ്ടാൻ എന്നറിയപ്പെട്ടു. മുടി എന്നാൽ കിരീടം എന്നൊരർത്ഥമുണ്ട്. വാൽമീകി രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള ഈ സ്ഥലത്തായിരുന്നു ഭരദ്വാജ മുനിയുടെ ആശ്രമം. ആ സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്നത്. ത്രേതായുഗത്തിൽ നിലനിന്നതായി പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ആഴ്വാർമാർ ആരും തന്നെ മംഗളാശാസനം ചെയ്തതായി അറിവില്ല. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്: ത്രേതായുഗത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ചു പോകുന്ന വേളയിൽ ശ്രീരാമചന്ദ്രൻ ഭരദ്വാജ മഹർഷിയുടെ ശാന്തഗംഭീരമായ ആശ്രമം കണ്ട് ഇവിടെ എത്തി. ആകസ്മികമായി എത്തിയ ഭഗവാനെ കണ്ട് മഹർഷി ഭഗവാന് വിരുന്നൊരുക്കാൻ ആഗ്രഹിച്ചു. ശ്രീരാമചന്ദ്രനാവട്ടെ രാവണനെ വധിച്ച് സീതാദേവിയെയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ തീർച്ചയായും ആതിഥ്യം സ്വീകരിക്കാമെന്ന് മഹർഷിക്ക് വാക്കുകൊടുത്തു. രാവണവധത്തിനു ശേഷം പുഷ്പക വിമാനത്തിൽ ലങ്കയിൽ നിന്ന് വരുന്ന വഴി സീതാദേവിയോടും ലക്ഷ്മണനോടും ആഞ്ജനേയരോടുമൊപ്പം ശ്രീരാമചന്ദ്രൻ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലിറങ്ങി. മഹർഷി അതീവ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ച് അവർക്കായി വിരുന്നൊരുക്കി. 14 വർഷം വനവാസം കഴിഞ്ഞെത്തുന്ന ശ്രീരാമചന്ദ്രൻ വരാൻ വൈകിയാൽ ആത്മാഹുതി ചെയ്യാൻ തയ്യാറായി തീക്കുണ്ടമൊരുക്കി സഹോദരൻ ഭരതൻ നന്ദിഗ്രാമത്തിൽ കാത്തിരിക്കുന്നതിനാൽ താൻ ഭരദ്വാജ ആശ്രമത്തിൽ ഇറങ്ങിയെന്നും വേഗം പുറപ്പെടുമെന്നും അറിയിക്കാനായി ശ്രീരാമൻ ആഞ്ജനേയരെ അയച്ചു. ആഞ്ജനേയർ അപ്രകാരം ഭരതന്റെ അടുത്തേക്ക് ദൂതുപോയി. വിരുന്ന് തയ്യാറാക്കിയ മഹർഷിയോട് താൻ കുലദൈവ പൂജ ചെയ്തതിനു ശേഷമേ ആഹാരം ഭക്ഷിക്കൂ എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുലദൈവമായ രംഗനാഥസ്വാമിയെ മഹർഷി തന്റെ തപശക്തിയാൽ അയോധ്യയിൽ നിന്നും ഇവിടെ എത്തിച്ചു പ്രതിഷ്ഠിച്ചു. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പട്ടാഭിഷേകത്തിനായി ഒരുങ്ങിയിരിക്കുന്ന അയോധ്യയിലേക്ക് തനിക്ക് പ്രായമായതിനാൽ വരാൻ സാധിക്കുകയില്ലെന്നും ഭഗവാന്റെ പട്ടാഭിഷേക രൂപം കാണാൻ ആഗ്രഹമുണ്ടെന്നും മുനി ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അന്നേരം രംഗനാഥസ്വാമി തന്നെ 5 വിധ ദേവലോക പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ കിരീടം ശ്രീരാമചന്ദ്രനെ അണിയിച്ചു. അങ്ങനെ അയോധ്യയിൽ പട്ടാഭിഷേകം നടക്കും മുമ്പേ ഭഗവാൻ ഭരദ്വാജ മഹർഷിക്ക് കിരീടധാരിയായി ദർശനം കൊടുത്ത ശേഷം ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി. ഇന്നേരത്തിൽ തിരിച്ചെത്തിയ വായുപുത്രൻ ആഞ്ജനേയർ മഹർഷിക്ക് ഭഗവാൻ പട്ടാഭിഷേക രൂപത്തിൽ ദർശനം കൊടുത്തത് തനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചു നിൽക്കെ ഭഗവാൻ തന്നെ കൂടാതെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നല്ലോ, തനിക്കൊരു ഇലയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിനകത്തേക്ക് പ്രവേശിക്കാതെ പുറത്തു തന്നെ നിന്നു. അതിനാലാണ് ആഞ്ജനേയർക്ക് ക്ഷേത്രത്തിന് പുറത്ത് സന്നിധിയുള്ളത്. ഇത് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ ആഞ്ജനേയരെ സമാധാനിപ്പിച്ച് അകത്തേക്ക് വിളിച്ച് തനിക്ക് മുന്നിൽ വെച്ച വാഴയിലയിൽ ഒരു വര വരച്ച് ഇലയിൽ പാതി ഭാഗത്ത് തനിക്ക് വിളമ്പിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പാതി ആഞ്ജനേയർക്ക് കൊടുത്തു എന്നാണ് ഐതിഹ്യം. ഈ കഥ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രന്റെ വിരൽ തൊട്ടതിനാലാണ് വാഴയിലയ്ക്ക് നടുവിൽ വര വന്നത് എന്നാണ് ഐതിഹ്യം. ആദ്യമായി ഭൂമിയിൽ വാഴയിലയ്ക്ക് നടുവിൽ ഒരു വര വന്നത് ഇവിടെ വെച്ചാണ് എന്നാണ് പറയുന്നത്. വേറൊരു കഥയിൽ പറയുന്നത് തനിക്ക് ആഹാരത്തിന് ഇലയിടാഞ്ഞതിനാൽ ആഞ്ജനേയർ ഇവിടെ വാഴകൾ ഉണ്ടാവില്ല എന്ന് ശപിച്ചെന്നാണ്. കാര്യം എന്തുതന്നെയായാലും ഈ ഗ്രാമത്തിൽ വാഴകൾ ഇല്ലെന്നാണ് പറയുന്നത്. ഗ്രാമത്തിന് പുറത്താകട്ടെ ധാരാളം വാഴകൾ ഉണ്ടുതാനും. വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിൽ 124ാമത് സർഗത്തിൽ ശ്രീരാമൻ ഭരദ്വാജ ആശ്രമത്തിൽ പ്രവേശിച്ചതായി വിവരണങ്ങളുണ്ട്. ഇന്നും ഭരദ്വാജ മഹർഷിയുടെ ഗോത്രത്തിലുള്ളവർ ഈ ഗ്രാമത്തിലുണ്ട്. ഏകദേശം 1200 വർഷം പഴക്കം കണക്കാക്കുന്നതും രാജഗോപുരമില്ലാതെ ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗ്രാമപ്രദേശത്തുള്ള ഈ പുരാതന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കമാന രൂപത്തിലുള്ള പ്രവേശന കവാടമുണ്ട്. മിക്കവാറും വിഷ്ണു ക്ഷേത്രങ്ങൾ തെക്ക് ദർശനമായിട്ടാണ് കാണാറുള്ളത്. കാരണം വിഭീഷണന്റെ ലങ്കയുള്ള തെക്കുഭാഗത്തേക്ക് മൂലവർ മുഖമർപ്പിച്ചാണ് കുടികൊള്ളുന്നത്. പക്ഷേ ഈ ക്ഷേത്രം കിഴക്ക് ദർശനമായാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് പറയുന്ന കാരണം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം കിഴക്ക് ദർശനമായി ഇരുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ബലിപീഠം, ഗരുഡാഴ്വാർ സന്നിധി, ഉത്സവമൂർത്തികൾ, നേരെ മൂലവർ സന്നിധി.
കിരീടം പോലെ തോന്നിക്കുന്ന പ്രധാന സന്നിധിയുടെ വിമാനത്തിന് കീഴിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കോദണ്ഡം എന്ന വില്ലോടുകൂടി കോദണ്ഡരാമർ എന്ന നാമത്തിൽ വലതുഭാഗത്ത് സീതാദേവിയോടും ഇടതുഭാഗത്ത് ലക്ഷ്മണനോടും കൂടി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. മൂലസ്ഥാനത്തിൽ ആഞ്ജനേയർ ഇല്ല. പ്രത്യക്ഷം ഭരദ്വാജ മഹർഷി. മുഖം ഒരു വശത്തേക്ക് ചരിച്ച് ഉടൽ അല്പം വളച്ച് കാലുകൾ വേറെ ദിശയിലേക്ക് വെച്ചുള്ള ഈ നിൽപ്പ് ഉത്തമ ലക്ഷണം എന്നറിയപ്പെടുന്നു. സുധാരൂപത്തിലുള്ള വിഗ്രഹമായതിനാൽ ഭഗവാന് തൈലക്കാപ്പ് മാത്രമാണ് ചാർത്തുന്നത്. ആഞ്ജനേയർ അഞ്ജലിഹസ്തനായി ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം സന്നിധി കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ നക്ഷത്രമായ പുണർന്നത്തിന് ക്ഷേത്രത്തിൽ മാസാമാസം പ്രത്യേക പൂജകൾ നടക്കുന്നു. വലതുവശത്ത് ശ്രീരംഗനാഥ സന്നിധി. ശ്രീരാമന്റെ പൂജയ്ക്കായി ഭരദ്വാജ മഹർഷി പ്രതിഷ്ഠിച്ച ഭഗവാനാണിത്. ശ്രീരംഗം ക്ഷേത്രത്തിലേതുപോലെ കിഴക്കിൽ ശിരസർപ്പിച്ച് പടിഞ്ഞാറ് പാദങ്ങൾ നീട്ടി സ്വൽപ്പം ചരിഞ്ഞ് മുഖം തെക്ക് ദിശയിൽ അർപ്പിച്ച് ഭൂദേവി ശ്രീദേവി സമേതനായി ഭരദ്വാജ മഹർഷിക്ക് ദർശനം കൊടുത്ത് ആദിശേഷന്റെ മേൽ യോഗശയനത്തിലാണ്. ഇവിടെ ഭഗവാന്റെ നക്ഷത്രം അത്തവും ശ്രീരംഗത്തെ ഭഗവാന്റെ നക്ഷത്രം രേവതിയുമാണ്. സന്നിധി ചുവരിൽ ആദിശങ്കരാചാര്യരുടെ രംഗനാഥ അഷ്ടകം എഴുതിവച്ചിരിക്കുന്നു. പുണർദം നക്ഷത്ര ദിവസം പൂജയിൽ സംബന്ധിച്ച് ജാതകം വെച്ച് പ്രാർത്ഥിച്ചാൽ അവിവാഹിതർക്ക് 3 പുണർദം നക്ഷത്രം വരുന്നതിന് മുമ്പ് വിവാഹം നടന്നിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ഭരദ്വാജ മഹർഷി ഭഗവാന് വിരുന്നൊരുക്കിയ ഐതിഹ്യത്താൽ ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അന്നത്തിന് മുട്ടുവരില്ല. ദമ്പതി സമേതനായി ശ്രീരാമൻ മൂലസ്ഥാനത്ത് കുടികൊള്ളുന്നതിനാൽ ഭാര്യാഭർത്തൃ ഐക്യം, വിദ്യാഭ്യാസ ഉന്നതി, വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വേഗം കാര്യങ്ങൾ സാധ്യമാവും, തൊഴിൽ മേന്മ വർദ്ധിക്കും എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭക്തർക്ക് സാധ്യമാവുമെന്നാണ് വിശ്വാസം. മൂലസ്ഥാനത്തിൽ സീതാദേവി ഉള്ളതിനാൽ തായാർക്ക് പ്രത്യേകം സന്നിധിയില്ല. അതേപോലെ രംഗനാഥസ്വാമിയുടെ നാച്ചിയാർക്കും ഈ ക്ഷേത്രത്തിൽ സന്നിധിയില്ല. മൂലസ്ഥാനത്തിൽ ആഞ്ജനേയർ ഇല്ലെങ്കിലും ആഞ്ജനേയരുടെ ഉത്സവമൂർത്തി ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ വിനായകർ, ശ്രീകൃഷ്ണൻ, തിരുമങ്കയാഴ്വാർ, നമ്മാഴ്വാർ, രാമാനുജർ, വിശ്വക്സേനൻ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിന് എതിരിലുള്ള തെരുവിൽ വെങ്കിടാചലപതി ക്ഷേത്രമുണ്ട്. ഈ 2 ക്ഷേത്രങ്ങളും ഒരേ ഭട്ടാചാര്യ കുടുംബത്തിനാൽ പരിപാലിക്കപ്പെടുന്നവയാണ്. ക്ഷേത്രതീർത്ഥം രാമതീർത്ഥം, മുടികൊണ്ടാനാറ്. ക്ഷേത്രവൃക്ഷം ആൽമരം. വൈകാനസ ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പുരട്ടാസി മാസം 3-ാമത്തെ ശനിയിൽ സീതാരാമ കല്യാണം, ഗരുഡസേവ, രാമനവമി 10 നാൾ ഉത്സവം, വൈകുണ്ഠ ഏകാദശി, മാസിമാസത്തിൽ തീർത്ഥവാരി ആഘോഷം, ജന്മാഷ്ടമി, കാർത്തിക, സംക്രാന്തി, പങ്കുനി ഉത്രം, രോഹിണി ഉത്സവം എന്നിങ്ങനെയാണ് ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മയിലാടുതുറയിൽ നിന്ന് 20 കിലോമീറ്റർ, തിരുവാരൂരിൽ നിന്ന് 16 കിലോമീറ്റർ, നന്നിലത്ത് നിന്ന് 7 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവാരൂർ, മയിലാടുതുറ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.